ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേണ്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേണ്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലാദേവ ജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീച ഞാനയ്യോ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന എത്രയും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ ചിന്തിച്ചു വന്നിരുന്ന വിഷയം നിർവ്യാജ വിശ്വാസം എന്നുള്ളതായിരുന്നു. നിർവ്യാജ വിശ്വാസം. പൗലോസ്ലീഹ തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ തീമോത്തിയോസിനോട് പറയുകയാണ്, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ആസിയയിലെ ബിഷപ്പായിരിക്കുന്ന തീമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഈ ലേഖനം എഴുതി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. ദൈവസ്നേഹം. ഓരോ ശുശ്രൂഷയുടെയും പിറയിലുള്ളത് ആ ദൈവസ്നേഹമാണ്. കർത്താവിൻ്റെ മോഹന സൃഷ്ടികളായ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ആ ദൈവസ്നേഹം അതനുഭവിക്കുന്ന മക്കളെ പ്രോത്സാഹിപ്പിച്ച് ഉദ്ദീപിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. പിന്മാറി ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി നശിക്കുന്നതായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അവരെക്കുറിച്ചുള്ള വേദന ദൈവസന്നിധിയിൽ തിങ്ങുമ്പോൾ ആ വേദന ഒരു ഭാഗം ദൈവത്തിൻ്റെ മക്കളായ ശുശ്രൂഷക്കാർ, വേലക്കാർ ഏറ്റെടുക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് അതുകൊണ്ടാണ്. കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ വേല ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. എല്ലാം മറന്നു വേല ചെയ്യും. എല്ലാത്തിലും മുൻതൂക്കം, 1-ാം സ്ഥാനം വേലയ്ക്ക് കൊടുക്കും. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിന്നോട് ഈ ആജ്ഞകളൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം ഉളവാകണമെങ്കിൽ, നിന്നിൽ ആ ദൈവസ്നേഹം വളരണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1, ഒരു ശുദ്ധ ഹൃദയം വേണം. ഒരു ശുദ്ധ ഹൃദയം വേണം. 2, നല്ലൊരു മനസാക്ഷി വേണം. നല്ല മനസാക്ഷി വചനം സ്വീകരിക്കാനും വചനം അതിൻ്റെ ആത്മാവിൽ ഉൾക്കൊള്ളുവാനും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും വചനം അനുസരിച്ച് ജീവിപ്പാനുമുള്ളതായ തീരുമാനം. ഇത് 3 അടങ്ങുന്നതാണ് നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. വചനം കേൾക്കണം, ശ്രദ്ധിക്കണം, വചനം ഉള്ളത്തിൽ സംഗ്രഹിക്കണം, വചനം അനുസരിക്കണം. അതാണ് ഒരു നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. 3-ാമത്തെ കാര്യം, നിർവ്യാജമായ വിശ്വാസം വേണം. നിർവ്യാജമായ വിശ്വാസമില്ലെങ്കിൽ സ്നേഹം നിലനിൽക്കുകയില്ല. നിർവ്യാജമായ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള നിർവ്യാജമായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നിരുന്നത്. നിർവ്യാജമായ വിശ്വാസം. പൗലോസ്ലീഹ വീണ്ടും പറഞ്ഞു, 1 തീമോത്തിയോസ് 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞു, ചിലരുടെ നല്ല മനസാക്ഷി നശിച്ചുപോയി, ചിലരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. നമുക്ക് വായിക്കാം. മകനെ തീമോത്തിയോസേ,
നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ എന്തുണ്ടായി? വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ലക്ഷ്യം നല്ലതായിരുന്നു. വിശ്വാസക്കപ്പൽ പുറപ്പെട്ടതാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന കപ്പലിൽ കയറിയതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കപ്പൽ യാത്ര സ്വർഗീയ നഭോമണ്ഡലത്തിലേക്കുള്ളതായ സ്വർഗീയ രാജ്യത്തിലേക്കുള്ള കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിലേക്കുള്ള യാത്രയായിരുന്നു. തുടങ്ങിയപ്പോൾ നല്ലതായിരുന്നു. ആ കപ്പൽ യാത്ര അനുഗ്രഹപ്രദമായിരുന്നു. കപ്പലിൽ കയറി യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കുറേ മുന്നോട്ട് ചെന്നപ്പോൾ എന്തുണ്ടായി? വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. കപ്പൽ നടുക്കടലിൽ ചെന്നപ്പോൾ തകർന്നുപോയി. എന്തുണ്ടായി? തകർന്നു പോയാൽ പിന്നത്തെ കാര്യം പറയണോ? പ്രിയപ്പെട്ടവരെ, എല്ലാം നശിച്ചു. വിശ്വാസക്കപ്പൽ തകർന്നു. നിരാശ വന്നു കയറി. പാപം ഇരച്ചു കയറി. അഥവാ പാപം വിടാൻ മനസ്സില്ലാതെയായി. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കാതെ വന്നപ്പോൾ വിശ്വാസക്കപ്പൽ വീണ്ടും തകർന്നു. പ്രിയപ്പെട്ടവരെ, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസക്കപ്പൽ തകരാൻ അത് കാരണമായി. പാപം വന്നു. ജീവിതത്തിലേക്ക് പാപം വന്നു. വചനം അനുസരിച്ചില്ല, പാപം വന്നു. വചനത്തിന് വില കൊടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വചനം, തിരുരക്തത്തിൻ്റെ ഗന്ധമുള്ള വചനം, യേശുവിൻ്റെ രക്തത്തിൻ്റെ ഗന്ധമുള്ള വചനം, അതെവിടെ കിട്ടിയാലും നിങ്ങൾ അമൂല്യമായ നിധി പോലെ സ്വീകരിച്ച് ഹൃദയത്തിൽ അത് നിങ്ങൾ ചൊരുക്കൊണ്ടോളണം. ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ച് വെച്ചുകൊള്ളണം. പ്രിയപ്പെട്ടവർ, കൃപയാൽ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമേ, ഈ വിശുദ്ധ കൂട്ടായ്മ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ വന്നു ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ വചനം, തിരുരക്തം പുരണ്ട വചനം ദേവദാസനായ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാഹിബിൽ കൂടെ കിട്ടിയപ്പോൾ അത് നിധി പോലെ സംഗ്രഹിക്കാനും അവയെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാനും ഒരു പരിധിവരെ അനുസരിക്കുവാനുമുള്ള കൃപ ദൈവം തന്നു. അഥവാ അനുസരണക്കേട് വന്നെങ്കിൽ നിലവിളിക്കാനുള്ള കൃപ തന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, വലിയ അനുഗ്രഹമായി പോയി. ദൈവത്തിന് സ്തോത്രം. ആ വചനമാണ് എന്നെ ഇന്നും ജീവിപ്പിക്കുന്നത്. ആ വചനമാണ് എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം തന്നത്. ആ വചനമാണ് എൻ്റെ മക്കളെ ജീവിപ്പിച്ചത്. ആ വചനമാണ് യേശുവിനെ അറിയാൻ ഭാഗ്യം കിട്ടിയത് എൻ്റെ കുടുംബമായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സമാധാനത്തിനും ഐശ്വര്യത്തിനും കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. ദിവ്യമായ വചനം. പ്രിയപ്പെട്ടവരെ, ആ വചനം സ്വീകരിക്കാനും അതിനെ അനുസരിക്കുവാനും ഒരു പരിധിവരെയും അതിനെ മാനിക്കുവാനും ദൈവം കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യേശു ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ശുദ്ധീകരണം എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ. യേശു ആഗ്രഹിക്കുന്ന പോലെയുള്ള അവൻ്റെ ഒരു ഛായ ഞാൻ പ്രാപിച്ചിട്ടില്ലല്ലോ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിധിക്കുകയല്ല, എന്നെ തന്നെ വിധിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാലും പ്രിയപ്പെട്ടവർ, വിശ്വസിക്കാനൊരു കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസക്കപ്പൽ തകരാതെ കർത്താവേ, അക്രദേശത്തെത്തുവോളം എൻ്റെ ദൈവമേ എൻ്റെ കരങ്ങളിൽ പിടിച്ചു കൊള്ളണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിൻ്റെ ആണിപ്പാടുള്ള കര ഇപ്പോൾ കർത്താവേ എന്നെ പിടിച്ചു കൊള്ളണമേ. അക്രദേശത്തെത്തുന്നവരെയും കർത്താവേ നിൻ്റെ കരം വിടാതെ എന്നെ പിടിച്ചു കൊള്ളണമേ കർത്താവേ. മുങ്ങിപ്പോകാൻ ഇടയാകല്ലേ കർത്താവേ. തിരമാലകളിലേക്ക് നോക്കാൻ ഇടയാകല്ലേ കർത്താവേ. ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ കേട്ടു കർത്താവേ. ആ പത്രോസ്ലീഹ അവൻ നിന്നെ നോക്കിക്കൊണ്ട് കടലിന്മേൽ നടന്നു. നീ നടക്കുന്നത് കണ്ട് എന്നെ നിൻ്റെ അടുക്കൽ വരാനായിട്ട് ഒന്ന് അനുവദിക്കാമോ എന്ന് ചോദിച്ചു. നീ കൈ നീട്ടിക്കൊടുത്തു, അനുവദിച്ചു. അവൻ നടപ്പ് തുടങ്ങി. തിരമാലകളുടെ മീതെ പത്രോസ് നടന്നു തുടങ്ങി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? തിരമാലകളിലേക്ക് നോക്കി. നോട്ടം മാറിപ്പോയി. യേശുവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറിപ്പോയി. യേശുവിൻ്റെ സ്നേഹാർദ്രമായ മുഖത്ത് നിന്ന് നോട്ടം മാറിപ്പോയി. അങ്ങ് തിരമാലകളിലേക്ക് നോക്കിപ്പോയി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാരങ്ങളിലേക്കും നിങ്ങളുടെ കഷ്ടതകളിലേക്കും നിങ്ങളുടെ പ്രതിസന്ധികളിലേക്കും ഭാരങ്ങളിലേക്കും നോക്കി നിങ്ങളുടെ വിശ്വാസക്കപ്പൽ തകരാൻ ഇടയാക്കരുത്. എന്ത് വന്നാലും എന്തെല്ലാം വന്നാലും എവിടെ നിന്നെല്ലാം തിക്തഫലങ്ങളുണ്ടായാലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എന്തെല്ലാം ദോഷം നേരിട്ടാലും പണം നഷ്ടപ്പെട്ടാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും നിങ്ങൾ യേശുവിൽ നിന്ന് നിങ്ങളെ കണ്ണ് മാറരുത്. ഹല്ലേലൂയ. എൻ്റെ യേശുവിൽ നിന്ന് കണ്ണ് മാറല്ലേ പ്രിയപ്പെട്ടവരെ. ആ ദൃഷ്ടി നിൻ്റെ മേൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കഷ്ടത അവൻ കാണുന്നുണ്ട്. നിൻ്റെ പ്രതിസന്ധി അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യം അവൻ നോക്കുന്നുണ്ട്. മക്കൾ വഴിപഴിച്ച് പോകുന്നത് യേശു കാണുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ തകരുകയല്ല വേണ്ടത്, നിരാശപ്പെടുകയല്ല വേണ്ടത്. നിങ്ങൾ യേശുവിലേക്ക് നോക്കൂ. യേശുവിനെ വട്ടമിട്ട് പിടിച്ചുകൊള്ളൂ. ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കരഞ്ഞു
അറിഞ്ഞുകൊള്ളൂ കർത്താവേ, എന്തെല്ലാമാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെയെല്ലാമാണ് ഞാൻ വീഴ്ച പറ്റിയത് കർത്താവേ. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഞാൻ അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല പാപവും നിന്നോട് ക്ഷമിക്കണമേ കർത്താവേ. മനസ്സറിഞ്ഞൊരു പാപം വരാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ ദൈവമേ, ഈ പ്രശ്നം എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനതെല്ലാ തൃപ്പാദത്തിലേക്ക് ഇട്ട് തരികയാണ്. ഞാനത് എടുക്കുന്നില്ല കർത്താവേ, എനിക്ക് കഴിവില്ല കർത്താവേ. നിങ്ങൾ നിലവിളിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു ഏറ്റെടുക്കും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിക്കൂ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യാമല്ലോ. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇട്ട് കൊടുത്തേക്കൂ. എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുരുങ്ങിപ്പോകാൻ ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവേ, ഞാൻ നീതിമാനായില്ല, എൻ്റെ പാപങ്ങൾക്കെല്ലാം രക്തത്താൽ കഴുക പ്രാപിക്കാമെന്ന് നീ എന്നോട് പറഞ്ഞു. പക്ഷേ എല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല കർത്താവേ. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും കരയുകയാണ്. എന്നെ ഒരു നീതിമാനാക്കണമേ. തങ്ക തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി തരണമേ. നീ പാപം ക്ഷമിച്ചാൽ ക്ഷമിച്ചതാണല്ലോ കർത്താവേ. നിന്റെ തിരുരക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണെന്ന് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ആകയാൽ എൻ്റെ പാപങ്ങളെല്ലാം ഇപ്പോൾ ആ ക്രൂശൻ ചുവട്ടിലേക്ക് ഇട്ടു തരുന്നു. നാഥാതൃക്കര ഇപ്പോൾ എന്നെ നേരെ ഒന്ന് നീട്ടി എൻ്റെ ശിരസിന്മേലൊന്ന് വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ. തങ്ക തിരുരക്തത്താൽ എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ. എൻ്റെ അന്തരംഗത്തെ ഒന്ന് കഴുകിത്തരണമേ. എൻ്റെ ഹൃദയത്തെ കഴുകിത്തരണമേ. എന്നിലുള്ള അശുദ്ധിയും എന്നിലുള്ള ദുസംശയങ്ങളും കർത്താവേ, എന്നിലുള്ളതായ സകല മറ്റുള്ളവരെ കുറിച്ചുള്ള ധിക്കാരങ്ങളോ അഹങ്കാരോ കർത്താവേ നിഗളങ്ങളോ എല്ലാം കർത്താവേ നീ കഴുകിത്തരണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ എൻ്റെ മകനാക്കണമേ, എന്നെ ഒരു മകളാക്കണമേ. ഒരു നിർവ്യാജമായ വിശ്വാസം എനിക്ക് തരണം. പ്രാർത്ഥിക്കൂ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു നിർവ്യാജമായ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസക്കപ്പ തകരാതെ നിങ്ങളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. യേശുവിൻ്റെ മുഖത്തു നിന്ന് കണ്ണു മാറരുത് പ്രിയപ്പെട്ടവരെ. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനം കേൾക്കുമ്പോഴെല്ലാം, പരിശുദ്ധാത്മാവ് ബോധം തരുമ്പോഴെല്ലാം നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ പാപങ്ങളെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയ മരണം വരെയും നടക്കേണ്ടതാണ്. മരണം വരെ അശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടതാണ് പ്രിയപ്പെട്ടവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാൾ മരണം എപ്പോഴാണെങ്കിലും അറിയില്ലല്ലോ. എപ്പോഴാണ് മരണം വരുന്നത് അറിഞ്ഞുകൂടല്ലോ പ്രിയപ്പെട്ടവർ. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം അപ്രതീക്ഷിതമായി കടന്നു വരാം. എൻ്റെ ദൈവമേ, പ്രായഭേദമെന്ന് അത് കടന്നു വരാം പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എപ്പോഴായാലും എൻ്റെ കർത്താവേ, എപ്പോൾ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റേത് മാത്രമാണ്. നിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണം. നീ എന്നെ വിടല്ലേ കർത്താവേ, സ്വന്തം വഴിക്ക് വിടല്ലേ കർത്താവേ. നീ തരുന്നത് മതി കർത്താവേ. എനിക്ക് വേറെ ഈ ലോകത്ത് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല കർത്താവേ. എനിക്ക് വലിയ ധനവാനാകണ്ട, എനിക്ക് വലിയ ആളാകണ്ട, ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വിളങ്ങണ്ട കർത്താവേ. നീ തരുന്നത് മാത്രം മതി കർത്താവേ. നീ തരുന്ന സമാധാനം, നീ തരുന്ന സ്നേഹം, നീ തരുന്ന സന്തോഷം കർത്താവേ, അത് അനേകർക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ വേല ചെയ്യണം. അതാണ് എൻ്റെ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ തീരുമാനിച്ചാൽ എന്തോ ഒരു അനുഗ്രഹമാണെന്നറിയാമോ, അതെന്തൊരു സന്തോഷമാണെന്നറിയാമോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ സഭാചരിത്രത്തിൽ ഒരു വിശുദ്ധ പിതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. ജെറോം പിതാവ് AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ ക്രൊയേഷ്യയിൽ ജനിച്ച് 78 വയസ്സ് വരെ ജീവിച്ചതായ ഒരു പിതാവായിരുന്നു അദ്ദേഹം. AD 420-ലാണ് അദ്ദേഹം കടന്നുപോയത്, ലോകം വിട്ട് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ സെയിൻറ്റ് ജെറോം എന്ന പിതാവ്, അദ്ദേഹം ജനിച്ചതും വളർന്നതും ക്രൊയേഷ്യ എന്ന സ്ഥലത്താണ്. പക്ഷേ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ല ബുദ്ധിമാനായ ഒരാളായിരുന്നു അദ്ദേഹം. ധാരാളം വായിച്ചു കൂട്ടി, ധാരാളം പഠിച്ചു, വിദ്യാസമ്പന്നനായി തീർന്നു, ബഹുഭാഷകൾ അഭ്യസിച്ചു. അദ്ദേഹം ലത്തീൻ ഭാഷയിലാണ് തുടങ്ങിയത്. ലത്തീൻ ഭാഷയിൽ തുടങ്ങിയിട്ട് പിന്നെ അനേക ഗ്രീക്ക് ഭാഷ പഠിച്ചു. പിന്നീട് അദ്ദേഹം അറാമിക് ഭാഷ പഠിച്ചു. പിന്നീട് അദ്ദേഹം സിറിയക് ഭാഷ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. സുറിയാനി ഭാഷ എല്ലാം അദ്ദേഹം ഹൃദയസ്ഥമാക്കി. വലിയ ബഹുഭാഷാ പണ്ഡിതനായ വലിയ ബുദ്ധിമാനായ ഒരു പിതാവായിരുന്നു അദ്ദേഹം ഇതെല്ലാം നേടാനായിട്ട് കുറേ കാലത്തേക്ക് സിറിയയിലുള്ള ഒരു മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ ചെന്ന് അവിടെ തികച്ചും ഒരു സന്യാസ ജീവിതം നയിച്ചു. ദൈവത്തിന് സ്തോത്രം. പുറം ലോകവുമായിട്ടൊന്നും ബന്ധമില്ലാതെ അദ്ദേഹം അവിടെ ഒതുങ്ങിക്കൂടി ആ മരുഭൂമിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ കാലത്താണ് അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത്. വേദപുസ്തകം തർജ്ജമ ചെയ്തു. അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് ഈ വിവിധ ഭാഷകളിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തു.
പിന്നീട് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും കൂടുതൽ ലത്തീൻ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, ലോകത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ലത്തീൻ ഭാഷയാണ്, ലാറ്റിൻ. പ്രിയപ്പെട്ടവരെ, ആ ഭാഷയിലേക്കും വേദപുസ്തകം മുഴുവനായിട്ട് അദ്ദേഹം തർജ്ജമ ചെയ്തു. ജീവിതം മുഴുവൻ ഈ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെച്ചു. മാത്രമല്ല, അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആനയിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ മുഖാന്തരമായി. അനേക സ്ഥലങ്ങളിൽ പോകാനും ദൈവവചനം പ്രഘോഷിക്കുവാനും അനേകർക്ക് ഈ ബൈബിൾ ധാരാളമായിട്ട് അനേകർക്ക് കൊടുക്കുവാനും എല്ലാം അദ്ദേഹം ഉത്സാഹിച്ചു. അങ്ങനെ ജീവിച്ച ഭക്തനായ പരിശുദ്ധനായ ഒരു ദൈവദാസനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തോടടുത്തപ്പോൾ ഉണ്ടായ ഒരു ദർശനമാണ് എന്നെ ഏറെ സ്വാധീനിച്ചത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വളരെ ഒരു വയ്യാതെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്, രോഗാവസ്ഥയിലായി. ദൈവത്തിന് സ്തോത്രം. 78 വയസ്സ് വരെ ജീവിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അദ്ദേഹത്തിനൊരു ദർശനം, കർത്താവായ യേശുക്രിസ്തു മുറിഞ്ഞ കരങ്ങളുമായി അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശുക്രിസ്തുവിനെ കാണുകയാണ്. ഒരു ദർശനമാണ്. മുറിഞ്ഞ കരങ്ങളുമായി അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നിന്നു. എപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആ പാദത്തിലേക്ക് അങ്ങ് വീണ് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പിന്നീട് കണ്ണുകളെ ഉയർത്തി നോക്കിയപ്പോൾ കർത്താവ് ആ കരം അദ്ദേഹത്തിന് നേരെ നീട്ടിക്കൊണ്ട് എന്തോ ചോദിക്കുന്ന പോലെ അദ്ദേഹം പിന്നെ കേൾക്കുകയാണ്. അദ്ദേഹത്തിനൊരു അശരീരി പോലെ അദ്ദേഹം കേൾക്കുകയാണ്. എന്താണ്? കർത്താവ് അദ്ദേഹത്തോട് കെഞ്ചി ചോദിക്കുന്ന പോലെ. എന്താ ചോദിക്കുന്നത്? എന്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്? അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ജെറോം വാട്ട് വുഡ് യു ഗീവ് അൺ ടു മീ? നീ എനിക്ക് എന്ത് തരും ജെറോം? നിനക്ക് എന്താണ് എനിക്ക് തരാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പെട്ടെന്ന് ശബ്ദനായിപ്പോയി. ഞാൻ എന്ത് പറയും? എൻ്റെ യേശു ആണല്ലോ ചോദിക്കുന്നു, ഞാൻ എന്താ കൊടുക്കാനുള്ളത്? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് അദ്ദേഹം തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഈ ബൈബിൾ പരിഭാഷ. ബൈബിൾ ഇങ്ങനെ ലാറ്റിൻ ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ, കർത്താവേ ഞാൻ അതൊക്കെ അങ്ങോട്ട് നിനക്ക് തരികയാണ്. എൻ്റെ ആ അധ്വാനം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഞാൻ ആ ബൈബിൾ വചനം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വീണ്ടും കർത്താവ് ചോദിക്കുന്നു. കർത്താവ് കൈ പിൻവലിക്കുന്നില്ല. ജെറോം വാട്ട് ഡിഡ് യു ഗിവ് അൺ ടു മീ? വാട്ട് എൽസ് യു ഹാവ് ടു ഗിവ് ടു മീ? വേറെ എന്താണ് നിനക്ക് തരാനുള്ളത്? ഉടനെ അദ്ദേഹം, കർത്താവേ നീ എന്തായിരിക്കും എൻ്റെ കർത്താവ് ചോദിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഞാൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ നിൻ്റെ നാമത്തിൽ ഞാൻ വചനം കൊടുത്തവരെ ഒരുക്കി മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അനേക ആത്മാക്കളെ നേടാൻ എൻ്റെ ദൈവമേ നീ എനിക്ക് സഹായിച്ചല്ലോ. കർത്താവേ എൻ്റെ ശുശ്രൂഷ ആ ആത്മാക്കളെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും കർത്താവ് കരം പിൻവലിക്കുന്നില്ല, കൈ പിൻവലിക്കുന്നില്ല. വീണ്ടും നീട്ടിയിരിക്കുകയാണ്. വീണ്ടും ചോദിക്കുന്നു, ജെറോം വാട്ട് എൽസ് വുഡ് യു ഗീവ് അൺ ടു മീ? നീ എന്താണ് എനിക്ക് തരാനുള്ളത്? ഇനി എന്തുണ്ട് മോനെ? ഉടനെ ജെറോം പറഞ്ഞു, കർത്താവ് ഇനി ഒന്ന് ഞാൻ എന്താ തരിക? ഞാൻ എന്നെ തന്നെ നിൽക്കാൻ തരുന്നു. എന്നെ മുഴുവനായി ഐ ആം ഗിവിങ് മിസെൽഫ് ഹോളി ഫോർ യു. നിനക്ക് വേണ്ടും എന്നെ മുഴുവനായിട്ട് ഞാൻ തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വീണ്ടും കർത്താവിൻ്റെ സ്വരം, ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. മോനെ പൂർത്തിയായില്ല, തരേണ്ടതെല്ലാം തന്നിട്ടില്ല മോനെ. അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ജെറോം നിലവിളിക്കാൻ തുടങ്ങി, നീ എന്താണ് ഞാൻ കൊടുക്കാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. നിലവിളിച്ചപ്പോൾ കർത്താവ് ശിരസിലൊന്ന് തലോടി. ജെറോമിൻ്റെ ശിരസിലൊന്ന് പൊന്നുകരം കൊണ്ട് തലോടിയിട്ട് പറഞ്ഞു, മോനെ ഗിവ് മീ യുവർ സിൻസ്, ഗിവ് മീ യുവർ സിൻസ്. നിൻ്റെ പാപങ്ങൾ എനിക്കിതാ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹൃദയം പൊട്ടിക്കരഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാവങ്ങളെല്ലാം ഇങ്ങനെ ഫ്ലാഷായി മിന്നി വന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ചു. ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനായി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയൊരു ഗുണപാഠമാണിത്. നാം തൃപ്തിപ്പെട്ടു പോവുകയല്ലേ? പലതിലും ആത്മീയത്തിൽ തൃപ്തിപ്പെട്ടു പോവുകയല്ലേ? ശുശ്രൂഷയിൽ തൃപ്തിപ്പെട്ടു പോവുകയല്ലേ?
പ്രിയപ്പെട്ടവരെ, ഇടവകയിലെ പള്ളിയിലോ അല്ലെങ്കിൽ സഭയിലോ ഉള്ളതായ ശുശ്രൂഷകളോ അവിടെയുള്ള നേതൃസ്ഥാനമോ അല്ലെങ്കിൽ പള്ളി പെരുന്നാൾ ഏറ്റുകഴിക്കുന്നതിലോ വഴിപാടിലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ കൂട്ടായ്മയിലാണെങ്കിൽ അവിടെ നടക്കുന്നതായ വേലകളോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രസംഗങ്ങളോ എല്ലാത്തിനും തൃപ്തിപ്പെട്ടങ്ങ് പോവുകയല്ലേ പ്രിയപ്പെട്ടവരെ? നിന്നെ തന്നെ കൊടുത്തിട്ടുണ്ടോ? നിൻ്റെ പാപങ്ങളെ കൊടുത്തിട്ടുണ്ടോ? ഏറ്റുവാങ്ങാൻ യേശുവുണ്ട്, യേശുവിൻ്റെ കരമുണ്ട്. നിനക്ക് വേണ്ടി ആണി അടിച്ച് തകർക്കപ്പെട്ടതായ കരം, അതാണ് നിന്നെ നേരെ നീട്ടിയിരിക്കുന്നത്. ദൈവവൈതലേ, ഇപ്പോൾ നിൻ്റെ പാപങ്ങളെ നിനക്ക് കൊടുക്കാമോ? ഒന്നും മറച്ചു വയ്ക്കാനില്ല പ്രിയപ്പെട്ടവരെ. അവൻ കരം പിൻവലിക്കുന്നില്ല. നിനക്കുള്ള എന്ത് കൊടുത്താലും അവന് മതിയാകുകയില്ല. നിൻ്റെ പണമോ നിൻ്റെ പ്രതാപമോ നിൻ്റെ ആരോഗ്യമോ അതൊന്നും അല്ല വേണ്ടത് പ്രിയപ്പെട്ട. എല്ലാം കൊടുക്കാം, പക്ഷെ അതല്ലല്ലോ നിനക്ക്. അവന് വേണ്ടത് നിൻ്റെ പാപമാണ് മോനെ. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഞാൻ എൻ്റെ രക്തം ചിന്തിയത് നിൻ്റെ പാപത്തിന് വേണ്ടിയാണ്. ആ പാപം നീ ഇതുവരെയും മുഴുവനായി എന്നെ ഏൽപ്പിച്ചില്ലല്ലോ. നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടത ഏറ്റത്. ഞാൻ ക്രൂശിൽ കിടന്ന് എൻ്റെ ദൈവമേ നിലവിളിച്ചത് നീ കേട്ടില്ലേ? നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് മോനെ ഞാൻ ഈ ആക്രമണമെല്ലാം ഏറ്റത്. ഞാൻ ഈ തുപ്പലേറ്റത്, അടിയേറ്റത്, എന്നെ കുന്തം കൊണ്ട് കുത്തിയത്, ഇല്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങൾ എൻ്റെ മേൽ ഉന്നയിച്ച് എൻ്റെ ചെകിട്ടത്ത് അടിച്ചത്, എന്നെ അനേകരെ ദുഷിച്ചത്, പരിഹസിച്ചത്, മോനെ എൻ്റെ നേരെ തുപ്പിയത് എല്ലാം നിൻ്റെ പാപം ഞാൻ വഹിച്ചതുകൊണ്ടല്ലേ? അതിനുള്ള പ്രതിഫലമല്ലേ എനിക്ക് കിട്ടിയത്? നീ എന്തേ പാപം മുഴുവൻ എന്നെ ഏൽപ്പിക്കാത്തത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിക്കുന്ന ഇപ്പോൾ അതാണ്. എന്നെ കേൾക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലെപ്പോഴും ഉണ്ടല്ലോ ഈ പാപം. നീ യേശുവിൻ്റെ തൃപ്പാദത്തിൽ വെച്ച് കൊടുക്കാത്ത, നീ യേശുവിനോട് ഏറ്റുപറയാത്ത എത്രയോ പാപങ്ങളുണ്ട്. പുറമെയുള്ള പാപങ്ങളൊന്നും പോടില്ല. മദ്യപാനത്തിന് പോകുന്നില്ല, വേശ്യാവൃത്തിക്ക് പോകുന്നില്ല, ശരിയാണ്, മോഷണത്തിന് പോകുന്നില്ല, അടിയുണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ മോനെ, നിന്നിൽ മറന്നു കിടക്കുന്ന അഹങ്കാരമില്ലേ? വലിയ മല പോലെ ഉയർന്നു നിൽക്കുന്ന നിൻ്റെ സ്വയമില്ലേ? ആരുടെ മുമ്പിൽ കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത ഒരു വലിയ സ്വയം നിനക്കില്ലേ? വലിയൊരു അസഹിഷ്ണുത നിനക്കില്ലേ? നിന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അവനോട് അസഹിഷ്ണുത വരിക, അവനോട് നീ കുർത്തിക്കുക, പിന്നെ വാശി വെച്ചുകൊണ്ടിരിക്കുക, സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു, കൂട്ടായ്മകൾ നശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ, എന്തെല്ലാം ദോഷങ്ങൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുക്കൂ. എല്ലാം നീ വെച്ചുകൊണ്ടിരിക്കല്ലേ. എല്ലാം നിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവവേദലേ, നിനക്കിതെല്ലാം ഏറ്റുവാങ്ങാൻ, നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ യേശു തൊട്ടടുത്ത് വരും. മോനെ, ഇട്ട് തന്നേക്ക്, ഇങ്ങോട്ട് തന്നേക്ക് മോനെ. എല്ലാം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. ഞാനിതിനെല്ലാം ശിക്ഷ ഏറ്റു. ഇനി നീ അത് വെച്ചുകൊണ്ടിരിക്കണ്ട. നീ ഒന്ന് സ്വതന്ത്രനാവൂ. നിൻ്റെ ഈ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകാനല്ലേ ഞാൻ ക്രൂശിൽ മരിച്ചത്. നാം തന്നോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപങ്ങളെല്ലാം ഇട്ട് കൊടുത്തേക്കൂ. ഏറ്റെടുക്കാൻ യേശുവുണ്ട്. പ്രിയപ്പെട്ടവർ, എന്തോ ഒരു സന്തോഷമാണത്, എന്തോ ഒരു സമാധാനമാണ് പ്രിയപ്പെട്ടവർ. ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമാധാനം അതാണ്. പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തിട്ട് തൃപ്പാദത്തിൽ നമ്മെ തന്നെ വെച്ച് കൊടുക്കുക, അവനെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കുക, ജീവിതം സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സകലത്തെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു സമാധാനമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എത്രയോ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു, എത്രയോ ശ്രേഷ്ഠരായ പുണ്യപിതാക്കന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്നയായിരിക്കാം, കഷ്ടതയായിരിക്കാം, പക്ഷേ ഒന്നും അവരെ യേശുയില്ല. യേശുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം വെറുതെ മഞ്ഞുവല പോലെ എല്ലാം ഉരുകി അങ്ങ് പോകും. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും, എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും അതൊന്നും വിഷയമാകുകയില്ല. യേശുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുകയാണ്. ഒന്നും ഏറ്റെടുക്കാൻ സ്വയം കഴിവില്ല. ഒരു പാപം ഏറ്റെടുക്കാൻ കഴിവില്ല. എൻ്റെ മേലുള്ള ശിക്ഷകളെ ഏറ്റെടുക്കാൻ കഴിവില്ല. എല്ലാവൻ്റെ യേശു ഏറ്റല്ലോ. കർത്താവേ, മതിയല്ലോ, നീ മതി കർത്താവേ, എനിക്ക് നീ മതി. കഷ്ടതകൾ വന്നോട്ടെ, എന്തെല്ലാം ദുരിതങ്ങൾ വന്നോട്ടെ ദൈവമേ, എന്തെല്ലാം തിക്തഫലങ്ങൾ വന്നോട്ടെ കർത്താവേ, പ്രതിസന്ധികൾ വന്നോട്ടെ, എൻ്റെ യേശു ഉണ്ടല്ലോ.
എനിക്കെൻ്റെ യേശു ഉണ്ടല്ലോ, മതി പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കൂ പ്രിയപ്പെട്ടവരെ. അവൻ ഏറ്റെടുക്കും, അവൻ നിങ്ങളെ അനുഗ്രഹിക്കും, അവൻ നിങ്ങളെ ധന്യരാക്കി തീർക്കും. ജീവൻ്റെ പുസ്തകത്തിൽ വേറെ എഴുതും പ്രിയപ്പെട്ടവരെ. അനേകര വിശ്വാസക്കപ്പൽ തകർന്നിരിക്കുകയാണ്. വിശ്വാസക്കപ്പൽ ഇതാ വീണ് തകർന്നു പോകാതെ പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ തിരമാലകൾ നിറഞ്ഞതായ സമുദ്രത്തിൽ കൂടെ, ലോകമാകുന്ന സമുദ്രത്തിൽ കൂടെ, ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്ന് അക്കരയുണ്ട്, അവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും ഞാൻ. അതാണ് ദൈവഭക്തൻ്റെ ആഗ്രഹം, കർത്തനോടുകൂടെ വിശ്രമിക്കുക. സ്വർഗരാജ്യത്തിലെത്തി ഈ ലോകമാം ഗംഭീരമായ വാരുതിയിൽ വിശ്വാസക്കപ്പൽ തകർന്നു പോകാതെ അക്കരദേശത്തെത്തി അരുമനാഥത്തിലെത്തി ആ പൊന്നുപാദം ചുംബിക്കണം. ഹാലേലൂയ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രമോദം. അതാണ് ഈ കപ്പലിൽ കയറിയതിൻ്റെ ഉദ്ദേശം. അതിനാണോ തീരുമാനം എടുത്തത്, അതിനാണോ സമർപ്പണം എടുത്തത്, അതിനാണ് യേശു ക്രൂശിൽ മരിച്ചത്. ആ വീണ്ടെടുപ്പാണ് ഞാൻ അനുഭവിച്ചുകൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് നിന്ന് ചങ്കിൽ ചാരിയിരുന്നുകൊണ്ട് സന്തോഷമായി യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന സ്വർഗീയ സമാധാനത്തിൻ്റെ യാത്ര. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര നിങ്ങൾ തുടങ്ങിയോ? നിങ്ങൾ തീരുമാനമെടുത്തുവോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാം. പ്രാണപ്രിയൻ നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ വചനത്തിൽ കൂടെ കർത്താവ് നിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. മോനെ, നിന്നെ തന്നെ അവന് കൊടുക്കുമോ? നിൻ്റെ ജീവിതം കൊടുക്കുമോ? നിൻ്റെ ദേഹവും ആത്മാവും കൊടുക്കുമോ? നിൻ്റെ പാപങ്ങളെ കൊടുക്കുമോ? ഒന്നും മറക്കണ്ട പ്രിയരെ, എല്ലാം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒന്നും ഒളിക്കണ്ട. എല്ലാ രഹസ്യപാപങ്ങളും നിന്നിൽ മറന്നെടുക്കുന്ന പ്രകൃതങ്ങളും സ്വഭാവങ്ങളും അഹങ്കാരവും നികളവും പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹവും ദ്രവ്യാഗ്രഹവും എല്ലാ ആർത്തിയും പ്രിയപ്പെട്ടവരെ, എല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അവനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പറയൂ, കർത്താവേ, യേശുവേ, എൻ്റെ ഈ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ മരിച്ചത്. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കർത്താവേ, ആ തങ്കത്തിൻ്റെ രക്തം ഇപ്പോൾ ഒഴുകുന്ന സമയത്ത് കർത്താവേ, എൻ്റെ പാപം മുഴുവനായി തൃപ്പാത്തിലേക്ക് ഇട്ട് വരുന്നു. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, എന്നെ മകനാക്കണമേ കർത്താവേ. എൻ്റെ സകല പാപങ്ങളും ഇപ്പോൾ നാഥാ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു കർത്താവേ. എന്നെ അനുഗ്രഹിക്കണമേ, മുഴുവനായി ഒന്ന് കഴുകണമേ. രക്തം മുരണ്ട കര എൻ്റെ ശിരസിലൊന്ന് വയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും, വിശ്വസിക്കുന്ന മക്കളുടെ മേലും യേശുവേ കരം വെക്കണമേ. തിരക്തത്തെ കഴുകണമേ. ശുദ്ധീകരണം പ്രാപിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കൊടുക്കണമേ. തങ്കച്ചോരയുടെ മുദ്രയിടണമേ. സ്വർഗത്തിൽ പേരെഴുതണമേ. നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.